സാൻ ഫ്രാൻസിസ്കോയിലെ ആ രാത്രിക്കന്ന് മരണത്തിന്റെ തണുപ്പായിരുന്നു. നഗരത്തിന് പുറത്തുള്ള വിജനമായ റോഡുകളിൽ നക്ഷത്രങ്ങളെ നോക്കിയിരുന്ന കമിതാക്കളെ ലക്ഷ്യം വെച്ച് ഇരുട്ടിൽ ഒരാൾ പതിയിരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് കൃത്യമായ മുഖമില്ലായിരുന്നു, പക്ഷെ ഒരു പേരുണ്ടായിരുന്നു: സോഡിയാക്. കഥ തുടങ്ങുന്നത് 1968 ഒരു ക്രിസ്മസ് കാലത്താണ്. ഡേവിഡ് ഫാരഡയും ബെറ്റി ലിയുവും തങ്ങളുടെ ആദ്യത്തെ ഡേറ്റിംഗിനായി കാറിൽ ലോക്ക് ഹെർമൻ റോഡിലെ വിജനതയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വാക്കുപോലും ഉരിയാടാതെ, യാതൊരു പ്രകോപനവുമില്ലാതെ ആ നിഴൽ അവർക്കു നേരെ വെടിയുയർത്തു. ചോരയിൽ കുളിച്ച ആ കമിതാക്കൾ ആ രാത്രിയുടെ ആതിരകളായി. പോലീസിന് അതൊരു സാധാരണ കൊലപാതകം മാത്രമായിരുന്നു. പക്ഷെ കളി ഇവിടെ തുടങ്ങാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വർഷം ജൂലൈയിൽ സമാനമായ മറ്റൊരു ആക്രമണം കൂടി നടന്നു. ഇത്തവണ മരണം വിതച്ചത് ശേഷം ആ കൊലയാളി നേരെ പോയത് ഒരു പബ്ലിക് ഫോൺ ബൂത്തിലേക്കാണ്. അയാൾ പോലീസിനെ വിളിച്ച് ശാന്തനായി ഇങ്ങനെ പറഞ്ഞു: എനിക്ക് 2 കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അവരെ കൊന്നത് ഞാനാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലെ പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകളിലേക്ക് വിചിത്രമായ കത്തുകൾ വന്നു തുടങ്ങി. ഓരോ കത്ത് തുടങ്ങുന്നതും ഒരേ വരികളുടെയാണ്: ദിസ് ഈസ് സോഡിയാക് സ്പീക്കിംഗ്. കൂടെ വിചിത്രമായ ചിത്രങ്ങളും രഹസ്യമായ കോഡുകളും ഉണ്ടായിരുന്നു. തന്റെ പേര് ഈ കോഡുകളിലുണ്ടെന്നും പത്രത്തിൽ ഇത് അച്ചടിച്ചില്ലെങ്കിൽ താൻ കൊലവിളി നടത്തുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. ഒരു കൊലയാളി മാധ്യമങ്ങളെ തന്റെ പാവകളാക്കി മാറ്റുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ലോകം കണ്ടത്. സെപ്റ്റംബറിൽ ലോക് ബെറിയസയുടെ തീരത്ത് പകൽ വെളിച്ചത്തിൽ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അതിഭയാനകമായ ഒരു വേഷത്തിലായിരുന്നു അയാൾ വന്നത്. മുഖം മറച്ച് ഒരു കറുത്ത തുണി, അതിൽ വെളുത്ത നിറത്തിൽ ഒരു വട്ടത്തിനകത്ത് കുരിശ് വരച്ച തന്റെ മുഖ്യാതമായ ചിഹ്നം അയാളുടേതായിരുന്നു. കമിതാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി കുത്തി വീഴ്ത്തിയ ശേഷം അവരുടെ കാറിന്റെ വാതിൽ മുൻപ് നടത്തിയ കൊലപാതകങ്ങളുടെ തീയതികൾ അയാൾ എഴുതി വെച്ചു. അതൊരു ഒളിച്ചുകളിയായിരുന്നു. പോലീസിനെ അയാൾ പരിഹസിക്കുകയായിരുന്നു. ഒടുവിൽ ഒക്ടോബർ നഗരമധ്യത്തിൽ വെച്ചാൽ പോൾ സ്റ്റൈൽ എന്നൊരു ടാക്സി ഡ്രൈവറെ വെടിവെച്ചു കൊന്നു. ഇത്തവണ കൊലപാതകത്തിന് ശേഷം ടാക്സി ഡ്രൈവറുടെ ചോര പുരണ്ട ഷർട്ടിന്റെ കഷ്ണം അയാൾ പത്രത്തിന് അയച്ചു നൽകി. താൻ പറഞ്ഞത് വെറും വാക്കല്ല എന്നതിന്റെ ഭീകര തെളിവായിരുന്നു അത്. വർഷങ്ങൾ കടന്നുപോയി. 1000-ലധികം ആളുകളുടെ പോലീസ് ചോദ്യം ചെയ്തു. ആർത്തർ ഡി അലൻ എന്നൊരു കേന്ദ്രീകരിച്ചു അന്വേഷണം ആരംഭിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വെറുതെ വിടുകയായിരുന്നു. 2020 പോലും ലോകത്തെ മികച്ച ഗണിതശാസ്ത്രജ്ഞനായ അയാളുടെ രഹസ്യ കോഡുകൾ ഡീകോഡ് ചെയ്യുകയുണ്ടായി. അതിൽ അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്നെ പിടിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ എന്നെ രസിപ്പിക്കുന്നു. എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊന്നവരെ എൻ്റെ അടിമയാക്കി തീർക്കും. ഇന്നും കാലിഫോർണിയയിലെ ആ പഴയ ഫയലുകൾക്കിടയിൽ സോഡിയാക് എന്നൊരു ചോദ്യചിഹ്നം ബാക്കിയാണ്. അയാൾ മരിച്ചതോ അതോ നമ്മൾക്കിടയിൽ ഇന്നും വൃദ്ധനായി ജീവിക്കുന്നുണ്ടോ എന്നതിന് തെളിവുകളില്ല. ഗാരി ഫ്രാൻസിസ് പോസ്റ്റിനെ പോലെയുള്ള പുതിയ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ആ ചിഹ്നം ഇന്നും ലോകത്തിന് ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢതയായി മാറിയിരിക്കുന്നു. നോക്കിയാൽ സ്വന്തം ക്രൈമുകളെ ഒരു ബ്രാൻഡിംഗ് പോലെ പത്രങ്ങളെ വിറ്റഴിച്ച ആദ്യത്തെ സീരിയൽ കില്ലർ ഒരുപക്ഷെ ഇയാളായിരിക്കും.